വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, ഓർക്കാപ്പുറത്ത് വരുത്തിവെച്ച വയ്യാവേലി. ജലശുചീകരണം പാളിയതോടെ നാടെങ്ങും മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചു. 170 കുടുംബങ്ങളിലായി 219 പേർക്കാണ് വേങ്ങൂരിൽ ഇതുവരെ രോഗം ബാധിച്ചത്. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരം. കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരാണ് ചികിത്സയ്ക്ക് വകയില്ലാതെ വലയുന്നത്. വാതിലുകളെല്ലാം അടഞ്ഞതോടെ രോഗികളുടെ ചികിത്സാ ചെലവിനുള്ള പണം ധനസമാഹരണത്തിലൂടെ കണ്ടെത്താനാണ് പഞ്ചായത്തിന്റെയും ജനകീയ സമിതിയുടെയും ശ്രമം. ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഉള്ള ആളുകൾ പറയുന്നത് ആദ്യം ക്രിട്ടിക്കലായിട്ട് ICUവിൽ കിടക്കുന്ന ആളുകൾക്ക് നമുക്ക് കിട്ടുന്ന തുക അവരിലേക്ക് കൃത്യമായി അത് വിഹിതമായിട്ട് എത്തിച്ച് നൽകുക. അതിനുശേഷം അധിക പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാമെന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്. ചികിത്സാ ധനസഹായത്തിനായി പഞ്ചായത്ത് സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. പക്ഷേ കാത്തിരിക്കാൻ സമയമില്ല. ഇന്നലെ വരെ 217 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 4 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. അതിഗുരുതരാവസ്ഥയുള്ള 2 പേരുണ്ട്. അതിൽ ഒരാൾ ലിസിയിലും ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലുമാണ്. ബാക്കി 2 ഒരാൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ പല ഹോസ്പിറ്റലൈസ്ഡായിട്ട് 42ഓളം പേരുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ചിലവുകൾ ഏറെ ഉണ്ടെങ്കിലും ഉറ്റവർക്കായി ഉള്ളതെല്ലാം സ്വരുക്കൂട്ടുകയാണ് വേങ്ങൂരുകാർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.